നമുക്ക് ഭഗവാന്റെയും ജീവികളുടെയും എല്ലാവരെയും കൃപ കിട്ടും. അപ്പോ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഇത് കപ്പലിന്റെ പായ പോലെയാണ് ഈശ്വര കൃപ. അത് കാറ്റ് പോലെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മുടെ കപ്പലിന്റെ പായ പോലെ വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഭാവം ആ പായ പോലെ അതിനെ വിരിച്ചാൽ മാത്രമേ ആ കാറ്റ് കൊണ്ട് കപ്പൽ മുന്നോട്ട് പോവുള്ളൂ. കൃപ എപ്പോഴും ഉണ്ട്, കാറ്റ് എപ്പോഴും ഉണ്ട്, പക്ഷെ ഈ പായ വിരിക്കണം. അതാണ് സമർപ്പണം, ഭക്തി. ബംഗാളിയിലെ ശ്രീ ശ്രീ രാമകൃഷ്ണ ഭജനാമൃതം, കൊഥാമൃതം, ശ്രീ ശ്രീ രാമകൃഷ്ണ കൊഥാമൃതം. കൊഥ എന്ന് വെച്ചാൽ വാക്കുകൾ എന്നാണ് അർത്ഥം, സംസാരം. അമൃതം എന്ന് വെച്ചാൽ അമൃതം. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞ ആ വാക്കുകൾ എന്നുള്ള അമൃതം എന്ന് 5 ഭാഗങ്ങളിൽ മഹേന്ദ്രനാഥ് ഗുപ്ത പ്രസിദ്ധീകരിച്ചു. പിന്നീട് അത് പല ഭാഷകളിൽ അതിന്റെ പരിഭാഷ ഉണ്ടായി. തൃശ്ശൂരിൽ അന്നുണ്ടായിരുന്ന സംഭൂജ്യ സ്വാമി സിദ്ധിനാഥാൻജി മഹാരാജ് അതിന്റെ മലയാള പരിഭാഷ നടത്തി. പിന്നീട് സ്വാമിജി, പലർക്കും ഇവിടെ അറിയാം, സ്വാമിജി രാമകൃഷ്ണ മിഷൻ സേവാശ്രമ കോഴിക്കോടിന്റെ മഠാധിപതിയായി. സർവമതങ്ങളും സത്യം. കട്ടുപ്പാവിൽ എത്തുകയാണ് ആവശ്യം. അത് ശരിയായ കോണിപ്പടി വഴിയാവാം, കരയേടി കൊണ്ട് മുകളിലെത്താം, മുള കൊണ്ടുള്ള ഏണി വഴിയും എത്താം, കയറ് പിടിച്ചും കയറാം, വെറും മുള ചാരിയും മുകളിൽ കയറാം. അവരുടെ മതത്തിൽ പല തെറ്റുകളും കുറവുകളും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഉണ്ടെങ്കിൽ എന്താ? എല്ലാ മതത്തിലും തെറ്റുകളുണ്ട്.